അസ്സലാമു അലൈക്കും. ഇന്നത്തെ അധിക പ്രസംഗം അന്നൊരിക്കൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് മാധ്യമ ദിനപത്രത്തെ സംബന്ധിച്ച് ചില രസിക്കാത്ത സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. അഥവാ ആ പത്രസ്ഥാപനത്തെ ഇவ்விധം വളർത്തിക്കൊണ്ടുവരുന്നതിൽ ദൈവാനുഗ്രഹത്താൽ വലിയൊരു പങ്ക് വഹിക്കാൻ പിൽക്കാലത്ത് അതിൻ്റെ ചരിത്രം എഴുതിയവർ പൂർണ്ണമായും വിസ്മരിച്ചെങ്കിലും അത്തരത്തിലൊരു പങ്ക് വഹിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു വിധി വെള്ളിമാട് കുന്നിൽ ഉദിച്ചുയർന്നപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലത്തെ മഹാരഥന്മാരായ ആൾക്കാരുടെ സാന്നിധ്യത്തിലും കുൽദീപ് നെയ്യാറിനെ പോലുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിലും നടന്നതായ ആ സംഭവം അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന് ഫലമായിട്ടായിരുന്നു അന്ന് ആ പത്രം ഇറങ്ങിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ജമാഅത്ത് പ്രവർത്തകരുടെ അങ്ങേയറ്റത്തെ താല്പര്യവും സേവനവും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകിയതായ നമ്മുടെ പ്രിയങ്കരനായ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ളതായ ത്യാഗവും എല്ലാം ചേർന്നപ്പോഴാണ് അത്തരത്തിലുള്ളൊരു പത്രം നിലവിൽ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പത്രം ഒരു തരത്തിലുള്ള എന്താ പറയുക ധൂമകേതുവിൻ്റെ വാലിലകപ്പെട്ടു. തീർത്തും അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ഒഴിവാക്കാൻ പറ്റുന്നതുമായ കാരണങ്ങളാൽ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും ചിലർക്കൊക്കെ ആർഭാടത്തോടുകൂടി ആഡംബരത്തോടുകൂടി ജീവിക്കാനുള്ളതായ ഒരവസരം എന്ന നിലക്ക് സ്ഥാപനത്തെ നോക്കിക്കണ്ടതിന് ഫലമായി സ്ഥാപനം പെട്ടെന്ന് നാശത്തിലേക്ക് മുതലക്കൂപ്പുകയാണ്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഏതാണ്ട് 77 കോടി ഉറുപ്പികയാണ് അത്ര അടിയന്തരമായും അതിനെ രക്ഷിക്കാൻ വേണ്ടത്. എങ്ങനെയാണ് ഇത്രയും വലിയതായ ഒരു കഷ്ടത്തിലേക്ക് പത്രം മുതൽക്കൂപ്പ് നടത്തിയതിനെ സംബന്ധിച്ച്, അതായത് സ്റ്റാഫിൻ്റെ ആധിക്യം, അവരുടെ അനുനിയന്ത്രിതമായ വ്യവഹാരങ്ങൾ, നിയന്ത്രിക്കാനും ആളില്ലായ്മ, ഇതെല്ലാം തന്നെ ഒരേ അവസരത്തിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തതായ ഒരവസ്ഥാവിശേഷം. എന്നെപ്പോലെയുള്ളവർ അവരുടെ ഉണ്ടായിരുന്ന കാലത്ത് അത് നടക്കില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, എപ്പോഴും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ചിലരുടെയൊക്കെ കെറിവ് കാരണം ആ പത്രസ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച എന്നെപ്പോലുള്ളവരൊക്കെ അവർ പിടിച്ച് പുറത്താക്കി. എന്നെ പോലെയുള്ളവരെന്ന് ഞാൻ പറയുന്നത് എന്നിപ്പോൾ മാത്രം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാണ്. എന്ത് കാരണത്താലാണ് അത് ചെയ്തത് എന്നതിന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സ്ഥിതിവിശേഷത്തിന് ഉത്തരവാദി എന്ന് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. ഏതായാലും ആ പഴയ കാലത്തേക്കൊന്നും ഞാൻ മടങ്ങുന്നില്ല. ഈ പത്രത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിലുള്ളൊരു പിരിവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയും ഒരു പിരിവ് ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗമായിരുന്ന ഒരു വ്യക്തി രംഗത്ത് വന്നു. അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. അദ്ദേഹം പറഞ്ഞതിലുള്ളതായ വസ്തുതകളായി അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടെത്തിയ വസ്തുതകളല്ല, ജമാഅത്ത് നിശ്ചയിച്ചതായ പ്രഗത്ഭരായ 4 ഷൂറ അംഗങ്ങൾ കണ്ടെത്തിയ വസ്തുതകൾ. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ഒരു ഓട്ടത്തോണിയായി മാറിയതായ തോണിയുടെ ഓട്ടയടക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ വീണ്ടും പിരിവിനിറങ്ങിയിരിക്കുകയാണ്. ഈ പിരിവിനിറങ്ങലിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞതായ വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ ധൂർത്തും ദുർവ്യയവും അവസാനിപ്പിച്ചാൽ മാത്രമേ പത്രത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന അറുത്തുമുറുത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഇപ്പോഴാവട്ടെ ആ പിരിവിനിറങ്ങിയതോടുകൂടി ആ കക്ഷി പറഞ്ഞത് 100% ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ സംഗതിയിൽ
ഇതിനെല്ലാം തന്നെ ഉത്തരവാദികളായ കുറേ ആൾക്കാരുണ്ട്. അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യണം, അവരോട് നഷ്ടപരിഹാരം വാങ്ങണം, അവർക്കെതിരെ കേസ് കൊടുക്കണം എന്നൊന്നും പറയാൻ വേണ്ടിയല്ല. പത്രം രക്ഷപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ ആൾക്കാർ, അതായത് ഈ പത്രത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറഞ്ഞതായ ചില വാചകങ്ങൾ എന്നോട് ചിലർ ഉദ്ധരിക്കുകയുണ്ട്. ഒരു കുട്ടി നമ്മൾ വളരെ ആലോചിച്ച് പ്രേമത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർത്തിയത് ഒരു കുട്ടി 30-33 വയസ്സായപ്പോൾ കഠിനമായ രോഗത്തിനകപ്പെട്ടു. പക്ഷെ വൃക്ക തകരാറായി, ഇരുവൃക്കകളും. എങ്കിൽ നമ്മൾ അതിനെ ആ കുട്ടിയെ കൈവയ്ക്കുകയാണോ വേണ്ടത്, അതോ അല്ലെങ്കിൽ ആ കുട്ടിയെ ചികിത്സിച്ച് മാറ്റുകയാണോ വേണ്ടത്? വലിയ പണച്ചെലവ് വരും, 2 വൃക്കകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ അനുഭവസ്ഥരായ ആൾക്കാരെന്നോട് പറയും. സംഗതി ശരിയാ, ചികിത്സിക്കാൻ വേണ്ടത്. പക്ഷേ ഈ കുട്ടി ലഹരിയുടെ അടിമയാണെങ്കിലോ, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങൾ, വലിയ തോതിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് പിന്തിരിയാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ വീണ്ടും വീണ്ടും കാശ് കൊടുത്തതിന് അർത്ഥമുണ്ടോ എന്ന ഒരു മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാവേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ ഓൺലൈനിലൂടെ ആയതുകൊണ്ട് മറുചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രാസംഗികന്മാർക്ക് ധൈര്യപൂർവ്വം പറയാവുന്നതൊക്കെ പറയാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. എങ്ങനെ ഇത്തരത്തിലുള്ള നഷ്ടം വന്നു, അഥവാ അത് സംഭവിച്ചു പോയതാണെങ്കിൽ ആ നഷ്ടം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തോ, അതുകൂടി അറിഞ്ഞുകൊണ്ട് വേണമല്ലോ വീണ്ടും ഈ ഈ COVID-19 കാലത്ത് ജനങ്ങളൊന്നും ശമ്പളവും ഇല്ലാതെ 3, 4, 5 മാസങ്ങളായി ആ മാസങ്ങൾ തുടർക്കഥയാവുകയാണ്. ജൂലൈയിൽ പോലും ജൂലൈ 31 വരെയും പിന്നെ ഈ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ആളുകൾക്ക് തൊഴിലില്ല, വളരെ വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥ, സാമ്പത്തികമായി പ്രയാസപ്പെട്ട ഒരവസ്ഥാവിശേഷം. വല്ലതുമുണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത കുടുംബത്തിലൊക്കെ പെട്ട ആൾക്കാരെ വലിയ തോതിൽ സഹായിക്കേണ്ടതായ അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ കണ്ടതുപോലെ നല്ല രീതിയിൽ കുടുംബം പോറ്റി വീടുകളെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വാപ്പ പെട്ടെന്ന് ഗൾഫിൽ വെച്ച് മരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ 9, 10 പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് നാളെ എങ്ങനെ ഫീസ് കൊടുക്കാൻ കഴിയും, നാളെ ഒരു നേരത്തെ ആഹാരം എവിടെ നിന്ന് കിട്ടും എന്ന രീതിയിലുള്ള ഈ മാധ്യമപത്രം തന്നെ പ്രസിദ്ധീകരിച്ചതായ ആ ചിത്രങ്ങൾക്കൊക്കെ പിന്നിൽ വലിയ ചരിത്രം ഉണ്ടല്ലോ. ഏതാണ്ട് 300 പേരിൽ മിക്കവാറും ഒരു 10-100 ആളെ വെച്ച് നിർത്തിയാൽ ബാക്കി 200 പേർക്കും ഇതുപോലത്തെ വേദനിപ്പിക്കുന്ന ദുഃഖകരമായ, ഒരു നിലക്കും നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദനയുടെ അനുഭവങ്ങളുണ്ട്. അതൊരു തുടർക്കഥയാണ്. അപ്പോൾ അതോ വേണ്ടത് ഈ പത്രത്തിൻ്റെ ദൂർത്ത് അതിന് സഹായമായ എന്തെങ്കിലും പണപ്പിരിവോ വേണ്ടത്? വലിയ ചോദ്യമാണ്. പണപ്പിരിവിനെ പറ്റി പറയും, അല്ല ഈ ദൂരത്തിനെ പറ്റി പറയുമ്പോൾ അന്ന് എനിക്ക് പറയാൻ സമയം ലഭിക്കാത്തത് ഞാൻ വിട്ടുപോയതാണ്. ബോംബെയിലൊക്കെ ഇപ്പോഴും അവിടെ അതുപോലത്തെ ദൂരത്ത് നടക്കുക. അവിടെ അന്ന് പിന്നെ പോലീസ് സ്റ്റേഷൻ അവിടെ പോലീസ് ക്വാർട്ടർ ലൈനിൽ ഒരു 2 റൂമുകളുണ്ട് ഫോർട്ട് 1. ആ റൂമുകൾ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 2 കോടി ഉറുപ്പിക കിട്ടും. 2 കോടി ഉറുപ്പിക. അതിനെപ്പറ്റി അറിയുന്ന ആളോട് ചോദിച്ചിട്ട് അത് പറയുന്നത്. അവിടെ നല്ല രീതിയിൽ പ്രബോധനത്തിന് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയും മാധ്യമത്തിന് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന 1-2 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ പട്ടാമ്പി മൊയ്തീൻകുട്ടി സാഹിബ്, അതുപോലെ തന്നെ നമ്മളെ മജീദ് സാഹിബ്, KS അബ്ദുൽ മജീദ് എന്നാണ്. ഇവരെല്ലാം തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി ഒരു പുതിയ സംഘത്തിന് അവർ മീഡിയ വണ്ണിനും അതിനും അതിന് ചേർന്ന നിലയിൽ മീഡിയ വണ്ണിനും മാധ്യമത്തിനു വേണ്ടി പ്രവർത്തിക്കുക. പ്രവർത്തനം എന്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ വെള്ളമടിക്കുക. ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയുന്നത് 24 മണിക്കൂറും വെള്ളം അടിക്കുക. പേര് കേട്ടാൽ മുസ്ലിമാന്ന് പോലും തോന്നില്ല അങ്ങനത്തെ കക്ഷിനെ. അന്നത്തെ മാനേജറുടെ മംഗള മകനാണത്ര. കുടിച്ചങ്ങ് നശിപ്പിച്ചു. കുടിച്ച് നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 കോപ്പി മാത്രം, 300 മുതൽ 500 വരെ കോപ്പി മാത്രം ചിലവാകുന്ന പത്രത്തിന് 10,000 കോപ്പി സ്ഥിരമായി അടിക്കുന്നു. എത്ര കോപ്പിയാണ് അടിക്കുന്നത് എന്നുള്ള കക്ഷി അറിയുന്നില്ല. ആ പത്രത്തിൽ അതിന് എത്ര കോപ്പി വിതരണം ചെയ്യുന്നു എന്നുള്ളത് കക്ഷി അറിയുന്നില്ല. കക്ഷി വെള്ളത്തിലാണ്, അവിടെ നീതി തുടിക്കുക, ജലോത്സവം. എന്നിട്ട് ബന്ധപ്പെട്ട പ്രസ് എവിടെ നിന്നാണോ അടിക്കുന്നത് അവരുടെ ബില്ല് വരുന്നു. ആ ബില്ലിലൂടെ ലക്ഷങ്ങൾ, 10-30 ലക്ഷം പൊട്ടി അങ്ങ് പോകുന്നു.
ഈ പറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ട് അടുക്കാനും അവർക്ക് പ്രവേശനമില്ല. കാരണം അവർ ജമാഅത്തുകാരാണ്. അവരെ കാണാൻ വെള്ളമടിക്കാൻ പറ്റൂല, മറ്റൊന്നും കഴിയില്ല, തോന്നിയാസം ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരെ ബോധപൂർവ്വം അകറ്റി നിർത്തുന്നു. അങ്ങനെ അവർ മതിയാക്കി പോരുന്നു. അതിൻ്റെ പേരിൽ അവർ മുഖേന ലഭിച്ചുകൊണ്ടിരുന്ന 50-60 ലക്ഷം രൂപയുടെ പരസ്യം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, പിരിവ് എടുക്കുക, പാർട്ടി പ്രവർത്തകന്മാരെ പിഴിഞ്ഞ് വീണ്ടും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കുറച്ച് പരലോകം, കുറച്ച് ആഖിറത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് വളരെ വേഗം നടന്നേക്കും സാധുക്കൾ. പക്ഷെ അതിനു മുമ്പ് തങ്ങൾ എന്തൊക്കെ കെടുകാര്യസ്ഥതയ്ക്ക് സാക്ഷികളായിരുന്നു, നിരുത്തരവാദപരമായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗതികേടിലെത്തിയതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരാളെ മാനേജറാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിന് മാനേജറാക്കാൻ പറ്റുമോ? അയാളുടെ പെങ്ങളുടെ മകനാണ് എന്നത് മാത്രം ഒരു ക്വാളിഫിക്കേഷനാണോ? അങ്ങനെ ആണെങ്കിൽ തന്നെ അയാൾ വെള്ളത്തിന് അല്ലെങ്കിൽ ലഹരിയിൽ അതിനടിമയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആളെ വെച്ച് പുലർത്താൻ പറ്റുമോ? അങ്ങനെ ആ കേസ് അബ്ദുൽ മജീദ് സാഹിബിനെ, അതുപോലെ തന്നെ മൊയ്തീൻകുട്ടി സാഹിബിനെ എല്ലാം മാറ്റി നിർത്തി ഒരു ഇത് അനുസരിച്ച് മൊയ്തീൻ സാഹിബിന് കൊടുത്തിരുന്നത് ചുരുങ്ങിയത് ടാർഗറ്റ് 50-60 ലക്ഷം. അതേമാതിരി എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതില്ലാതായി. മനസ്സിലാക്കേണ്ടത് 10-20 കൊല്ലക്കാലം ഇതിനെ സേവിച്ചതായ മനുഷ്യനെ പിടിച്ച് യാതൊരു ഇതും ഇല്ലാതെ അയാളോട് അങ്ങോട്ട് വസൂലാക്കുക ചെയ്ത് പൈസ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പകരം ഈ അവിടെ പത്രം ഇറക്കിയിട്ട് ഒരു സ്ഥലത്തെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിനുള്ള വിമർശനം കൊണ്ട് പറയല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥാപനം ഈ കുട്ടി മരിച്ചു പോകുന്നതിൽ ഏറ്റവും അധികം ദുഃഖമുള്ള, അഥവാ ആ കുട്ടിയുടെ വിർക്കുകൾ രണ്ടും ഉടനെ മാറ്റിവെക്കണമെന്ന് അഭിപ്രായമുള്ള ഒരാളായതുകൊണ്ട് മാത്രമേ ഞാൻ വീണ്ടും ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഈ കക്ഷി മുഖേന ലഭിച്ചുകൊണ്ടിരുന്ന 50-60 ലക്ഷത്തിന് പണം പോകുന്നു. ഈ മറ്റേ കക്ഷിക്കാണെങ്കിൽ വലിയ സാലറി കൊടുക്കുന്നു. അയാളും ഇവിടെ നിന്നുള്ളൊരു മാനേജറുണ്ട്, അത് മാനേജറല്ല പേര്, പക്ഷെ ആ സ്ഥാനത്ത് ജോലി ചെയ്യുന്നതായ കക്ഷി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാ, ഒരൊറ്റ യൂണിറ്റിൽ നടന്ന കെടുകാര്യസ്ഥത. ബോംബെ പോലത്തെ ഒരു നഗരത്തിൽ 600 സ്ക്വയർ ഫീറ്റ് വിസ്താരണമുള്ളതായ ഒരു റൂം അതവിടെ ഉണ്ടായിട്ട് ഒരാളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ഫൈസൽ വൈത്തിരി മാറ്റാൻ തോന്നുന്നു. അയാൾക്ക് വേണമെങ്കിൽ 10 ലക്ഷത്തിന് റൂം കൊടുത്താൽ ഇതൊരു 1.5-2 കോടിക്ക് വിൽക്കാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ജമാഅത്ത് സുഹൃത്തിനത് മതി, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി തെറ്റ് ചെയ്യില്ല, കൽപ്പിച്ചുകൊണ്ട് ചെയ്യില്ല. അതുപോലെ ഈ വെള്ളമടിക്കുന്ന ആൾ തന്നെ അങ്ങോട്ട് അയക്കണോ? അത് പരസ്യക്കാരായിട്ട് ബന്ധപ്പെടാൻ നല്ലത് വെള്ളമടിക്കുന്നവരാണ്. കാരണം പരസ്യക്കാരൊക്കെ വെള്ളമടിക്കുന്നവരായിരുന്നു. ഞാൻ മാധ്യമത്തിലുള്ള കാലത്ത് തന്നെ ഇത്തരത്തിലുള്ളതായ, അതായത് അവരെ കൂട്ടി പരസ്യക്കാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ അവർ വരുള്ളൂ. അവരെ കൊടുത്തിട്ട് ഇത് വരണ്ട മറുപടി. എല്ലാ പത്രം നടക്കുകയെങ്കിൽ നടന്നാൽ മതി. പരസ്യക്കാരെ വെള്ളം കുടിപ്പിച്ചിട്ട് വേണമല്ലോ ഇപ്പോൾ നടക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ തിന്മയും അതുപോലെ അങ്ങനെ തുറന്നു വെച്ചാൽ മതി. തിന്മകൾക്കെതിരെ പോരാടാൻ വേണ്ടി രൂപീകരിച്ച പത്രത്തിൻ്റെ നടത്തിപ്പുകാർ തന്നെ ഇത്തരത്തിലുള്ളവരായാലും പിന്നെ എന്താ ചെയ്യുക? ദൂർത്തിനെതിരും ദുർവ്യയത്തിനെതിരും. പിന്നെ അന്ന് ഞാൻ ഓർക്കുക, നമ്മുടെ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ ഒരു മകളുടെയോ മകൻ്റെ മറ്റൊരു ഒരു കല്യാണം ഒരു പള്ളിയിലുള്ള അകത്ത് വെച്ച് നടന്നു. വളരെ ലളിതമായ രീതിയിൽ അല്പം ചായയും ചെറിയ ബിസ്ക്കറ്റോ പലഹാരമോ എന്ന് അതിനെപ്പറ്റി വാഴ്ത്തിക്കൊണ്ടുള്ള എഴുത്തുകളും പ്രശംസകളൊക്കെ പത്രത്തിൽ വന്നതാണ്. ഒരു ഭാഗത്ത് ഈ വിധം പ്രവർത്തിക്കണമെന്ന് അനുശാസിക്കുകയും ചെയ്യുന്ന സംഘടന, ഒന്നിലധികം 1000-ലധികം ആളുകൾ പങ്കെടുത്ത കല്യാണത്തിൻ്റെ പേര് ഉത്തരവാദപ്പെട്ടവർ വിചാരണ ചെയ്ത സംഘടന ഇവിടെ എത്തുമ്പോഴേക്കൊന്നും ബാധകമല്ലാതായി പോവുക. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് സന്ദർശിക്കാൻ വരികയാണെങ്കിൽ സീനിയർ പേര് തസ്തിക, പിന്നെ സീനിയർ മാനേജറോ അല്ലെങ്കിൽ പിന്നെ ക്ലർക്കോ എന്തോ പേര്, ആളെ പേരൊക്കെ എനിക്കറിയാം, പിന്നെ പേര് കൽപ്പിച്ചിട്ട് പറയാതിരിക്കാം. അവിടെ എന്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതായ 600 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെയിൽ അവിടെ താമസിച്ചൂടാ. അത് താമസിക്കുന്നെങ്കിൽ അവിടെ ഏതെങ്കിലും പിന്നെ ഈ സാന്താക്രൂസിൻ്റെ അടുത്ത് പോയി റൂം എടുക്കുക, 3 സ്റ്റാറിലോ 5 സ്റ്റാറിലോ എടുക്കുക. എന്നാൽ 5 സ്റ്റാർ എടുക്കുകയാണെങ്കിൽ തന്നെ എത്ര ഉറുപ്പികയാകുന്നുള്ളത് പറയേണ്ടതില്ല. ഇങ്ങനെ അങ്ങ് നശിപ്പിക്കുക. അപ്പോൾ ഈ ചെയ്ത പ്രസംഗത്തിൽ ജമാഅത്തിന് ഉത്തരവാദപ്പെട്ട അതിൻ്റെ ആളുകളുടെ പ്രസംഗത്തിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു ഇരിക്കുന്നു, കൊടിയ പിന്നെ അപരാധമാണ് ചെയ്തത്, നിങ്ങളുടെ കാശ് വാങ്ങി ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. നമ്മൾ അറബിയിലൊരു കവിത പാടുന്നുണ്ടല്ലോ,
മത്തായുബിലുകൾ ബെന്യാനോ യോമന്ത മാമഹു ഹാമിൻ ഓ എറൂക്ക യഹുദിമു. നീ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു. അത് എന്നാ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുക? നീ അത് തീരെ ശ്രദ്ധിക്കുന്നില്ല. എന്താ അനുഹാവിൻ, നീ സ്വന്തം ഹവയിൽ ഇങ്ങനെ നടക്കുക. ഓയറൂക്ക യഹുദിമു, മറ്റൊരു കുടിച്ച് തീർക്കുക, അങ്ങനെ അത് മുടിക്കുക, അത് പൊടിക്കുക. ഇതല്ലേ നടന്നത്. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതായ ഒരു വാചകം പോലും പറയാതെ ഈ പാവപ്പെട്ട അകിട് കറന്ന് അകിട് തേഞ്ഞിരിക്കുന്നു. ഇനി അതിന് ആ അകിട്ടിൽ പാലില്ല. ഇനി നിങ്ങൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ചോരയാണ് വരിക, നീരാണ് വരിക, ചോരയും നീരും. പക്ഷെ ആ പാവങ്ങൾക്ക് മറുപടി പറയാൻ വയ്യ. അവർ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നിൽക്കാതെ നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്, എളുപ്പമല്ല. നിങ്ങളെ പാർട്ടി ഒതുക്കും, കൈമുട്ടുകൊണ്ട് കുത്തും, വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളെല്ലാ അർത്ഥത്തിലും നിങ്ങളെ കണ്ടാൽ മുഖം വീർപ്പിക്കും. ഇന്നലെ നിങ്ങളവിടെ ചിരിച്ചവരെന്ന് ചിരിക്കും. എനിക്ക് നല്ല അനുഭവമാണ്. പക്ഷെ എനിക്ക് ആ വീർത്ത മുഖം എനിക്ക് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ രക്ഷപ്പെടുന്നത്. മുഖം വീർപ്പിക്കും, കണ്ടാൽ സലാം പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് വിളിക്കൂല, മരണകരും പറയില്ല, ഒന്നും പറയില്ല. അങ്ങനെ മുഖം വീർപ്പിച്ച് അങ്ങനെ നടക്കും. അതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാകുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം ഈ പ്രസംഗത്തിൽ എന്തുകൊണ്ട് ഈ വശങ്ങൾ ഒന്നും വന്നില്ല? പാർട്ടി പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നില്ല. ചോദ്യം ചെയ്താൽ ഒറ്റപ്പെടുത്തപ്പെടും. അവർ ഒറ്റ യൂണിറ്റിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. അവിടെ രണ്ടാമതൊരു സ്ഥലം കൂടി എടുത്തത്, ആ സ്ഥലവും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവർക്കുള്ള പേര് എന്തായാലും എന്നോട് മറന്നുപോയി. അവിടെ പിന്നെ ഈ BD ബസാർ PMRUവിൻ്റെ അടുത്ത് 28 കൊല്ലമായി അത് കൈവശം. 45 ലക്ഷം രൂപ കിട്ടും. 40 ലക്ഷം ചുരുങ്ങിയ കിട്ടുന്ന സ്ഥലമാണ്. ഉപയോഗമല്ല. അവിടെ നിന്നുള്ള ഈ തരത്തിലുള്ള ജമാഅത്ത് പ്രവർത്തകരൊക്കെ അവിടെ വർദ്ധിച്ചു. ഇപ്പം മൊയ്തീൻകുട്ടി പട്ടാമ്പി എന്ന് പറഞ്ഞ ആളാണ് പോകുന്നു. KS അബ്ദുൽ മജീദ് സാഹിബ് അവിടെ ഇല്ല. അവിടെ ഉള്ളത് പിന്നെ ഒരു ലേഖയും മാത്രം. അതിന് ചെറിയ റൂം വേറെ എടുത്തു കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ ഇവരോട് ചോദ്യം ചോദിക്കണം. വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചോളൂ. നല്ല ഭാഷയിൽ അമീറുൽ മുഅ്മിനീൻ അൽ മുഫദ്ദ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഖത്തറിൽ ഗൾഫിലൊക്കെ ഷേഖന്മാരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ചോദിക്കുക. വളരെ ബഹുമാനത്തോടുകൂടി അങ്ങാണ് ഇസ്ലാമിനെ കേരളത്തിൽ താങ്ങി നിർത്തുന്നത്, ഈ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുന്നത്, അങ്ങില്ലെങ്കിൽ പ്രളയം തീർച്ചയാണെന്നൊക്കെ പറഞ്ഞോ. പക്ഷെ പറയേണ്ടത് പറഞ്ഞേ തീരൂ. എന്തുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ പോലും ഒരു യോഗം ചെയ്യുകയാണെങ്കിൽ എയർ കണ്ടീഷൻ റൂമാണ് ഉണ്ടായിക്കൊണ്ട് അവിടുത്തെ റൂമിൽ യോഗം ചേരില്ല. തൊട്ടടുത്ത ഹോട്ടലിലാണ് യോഗം ചേരുന്നത്, AC റൂമിൽ. ഇത്രയാണ് അതിന് പൈസ. ഇതൊരു വശം. ഈ ദുർവ്യയം ഒരു വശം. അത് ഞാൻ അന്ന് പറഞ്ഞതിന് ബാക്കിയാണ്. മറുഭാഗത്ത് അതിന് ഉള്ളടക്കം, ഇതാണ് ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിച്ചത്. പത്രത്തിൻ്റെ ഉള്ളടക്കം. പത്രം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചോ. ഞാൻ പറയുന്നു, മാധ്യമം വായനക്കാരുടെ ഇടയിൽ നിങ്ങൾ ഒരു റഫറൻഡം നടത്തുക. ഒരു 14 കൊല്ലം ഞാൻ അവിടെ ജോലി എടുത്തിരുന്ന കാലത്ത്, അതിന് ശേഷമുള്ളതായ 14 20 കൊല്ലം, എത്ര കൊല്ലമെങ്കിൽ അത്ര ആ കൊല്ലം, ആ കാലഘട്ടത്തിൽ കറണ്ട് ഇവൻസിനെ സംബന്ധിച്ച് എഴുതിയതായ ലേഖനങ്ങൾ ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എൻ്റെതും ലേഖനങ്ങളായിരുന്നു. അത്തരത്തിലുള്ളതായ ഇവൻസുകൾ സംബന്ധിച്ച് അതാത് ദിവസങ്ങൾ ആൾക്കാർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട്, കുൽദീപ് നയ്യാരെ കൊണ്ട്, MJ അക്ബറിനെ കൊണ്ട്, മറ്റ് പലരെ കൊണ്ടും അതേ കൂട്ടത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരും ആ പേജ്, ആ എഡിറ്റ് പേജ്, ഇപ്പോൾ 6-ാം പേജാണ്, അത് ആദ്യം തന്നെ അത് മറിച്ച് നോക്കുന്നു. എത്രയോ ആളുകൾ ടെലിഫോണിൽ പറഞ്ഞു നിങ്ങളെ ലേഖനങ്ങൾ പത്രം കിട്ടിയില്ല, അത് രാവിലെ വന്നപ്പോഴേക്ക് ആൾക്കാർ എടുത്തുകൊണ്ട് ആ പേജ് കീറിക്കൊണ്ടുപോയി, അത് വായിക്കാൻ കിട്ടിയില്ല, വേറെ ഒന്ന് അയച്ചു തരാൻ കഴിയുമോ, അത് ഞങ്ങൾ ഇത്ര ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട് 1.5 ലക്ഷം എന്ന് വരെ പറയാൻ. അതൊക്കെ പറയുമ്പോൾ അവനാനെ പൊക്കി പറയലാണ്. പക്ഷെ ഒന്ന് നേരത്തെ പൊങ്ങി കിടക്കുന്നത് പിന്നെ അതിനെ താഴ്ത്തി കെട്ടാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം പറയാൻ ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആര് രണ്ടാമതൊരാൾ. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ പറയുന്നത്. എൻ്റെ ഒരു വിദ്യാർത്ഥി നിലവിടെന്ന് പറഞ്ഞു, വേറെ ഒരാൾ നമ്മൾ ഏറ്റെടുത്ത് പറയാനില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടി വരിക. അത് പോട്ടെ, വ്യക്തി നമുക്ക് പോട്ടെ, വേറെ ഒരുപാട് മനുഷ്യന്മാർ. ഇപ്പം ആ പേജിൽ വരുന്ന ലേഖനങ്ങൾ ആരാ എഴുതുന്നത്, എന്തിനെ പറ്റിയാണ്? അപൂർവമായി 1-2 ലേഖനങ്ങളിൽ നിന്ന് നമ്മളെ ദാവൂദിനെ പോലത്തെ മറ്റുള്ള 1-2 ലേഖനങ്ങൾ വായിക്കാൻ പറ്റുന്നു. വേറെ ആർക്കത് താല്പര്യം. അപ്പോൾ ആ പത്രത്തെ അങ്ങ് കൊന്നുകളഞ്ഞു. പത്രത്തിൻ്റെ നേരത്തെയുള്ള സർക്കുലേഷൻ പകുതിയിലേക്ക് വീണു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം.
അത് പാർട്ടിയുടെ ആൾക്കാർ തന്നെ അവിടെയൊക്കെ യോഗത്തിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളുടെ കാലത്ത് വിളിച്ചു പറയാറുണ്ടായിരുന്നില്ല. അതങ്ങനെ മുന്നോട്ട് ഉയർന്നു പോവുകയായിരുന്നു. അപ്പോൾ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞതായ ലേഖനങ്ങളുടെ അഭാവം അതൊരു വസ്തുതയല്ലേ. അന്നത്തെ ഞാൻ എഴുതിയത് പല ലേഖനങ്ങളുടെയും ശീർഷകം ഞാൻ വഴിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ പാടം ഒന്ന് ഒറ്റപ്പാലം പാടം രണ്ട് ഇങ്ങനെ വിളിച്ചു പറയും. അല്ലെങ്കിൽ ചേരുംപടി ചേർക്കപ്പെട്ട സമുദായം, പിന്നെ അമ്പിളിക്കലയിലെ അമ്പ്, ഉപ്പിനോടൊക്കുമോ ഉപ്പിലിട്ടത്, ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ലേഖനങ്ങൾ. അതുപോലെ മറ്റ് പലരുടേത് അങ്ങനത്തെ ഒരു ശീർഷകം ഓർക്കപ്പെടുന്നുണ്ടോ? ഇതൊന്നും വലുപ്പത്തിനും പറയാനില്ല. ആ പ്രതികരണങ്ങളുടെ പേജ് ധാരാളക്കണക്കിൽ പ്രതികരണങ്ങൾ വരുമായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് പിന്നെ 10,000 പേർക്ക് എന്തുകൊണ്ട് കടല കുറിക്കാൻ പോയിക്കൂടെ എന്നുള്ള എഡിറ്റ് ഞാനാണ് ഇട്ടത്. എന്നെ തന്നെ പറ്റി ആളുകൾക്ക് അത്രമാത്രം 10-100 പ്രതികരണങ്ങൾ വരുന്നതായ ലേഖനങ്ങളുണ്ടായിരുന്നു. നിങ്ങളെടുത്ത് പരിശോധിച്ചോ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന്. എന്തായാലും ഉള്ളടക്കത്തിൽ സംഭവിച്ചത് 2 ഒരു ഇന്റേണൽ ക്രിറ്റിസിസം. അതായത് നമ്മളൊരു സമുദായമാണെന്നത് ശരി, പക്ഷെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതോടൊപ്പം തന്നെ അത്രയും കാലഘട്ടത്തിൽ സമുദായത്തിൽ അടിഞ്ഞു കൂടിയതായ ഒരുപാട് പഴമയുടെ വിഴുപ്പിന് ഭാണ്ഡങ്ങളുണ്ട്. ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്തതായ വേസ്റ്റുകളുണ്ട്. സമുദായത്തിന് ഒരു രീതിയിൽ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്തതായ വൃത്തികേടുകളുടെ അടിഞ്ഞുകൂടലുകളുടെ ഒരു ഞെളിയം പറഞ്ഞു. ഈ സമുദായത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ട് ആദ്യമായി മാധ്യമത്തിൽ ഞാൻ എഴുതിയ മുഖപ്രസംഗം അവിടെ മലപ്പുറം ജില്ലയിൽ ഒരു നേർച്ചയെ പറ്റിയാണ്. ആ നേർച്ചയിൽ നടക്കുന്ന അനാചാരങ്ങൾ അവരൊരു ഫുൾ പേജ്, അക്കാലത്ത് ഒരു ഫുൾ പേജ് പരസ്യം കൊണ്ടുവന്നു. എടുക്കൂല, തീർത്തു പറഞ്ഞു. അജാതി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പത്രമല്ല ഇത്. അതിൻ്റെ പേരിൽ പൂട്ടേണ്ടി വന്നാൽ പൂട്ടുക, അത് കാരണമാണ് പൂട്ടാനുള്ള. ആ സ്ഥാനത്ത് CM അക്കാമിൻ്റെ അവിടെ പതാക ഉയർന്നു. നിങ്ങൾ എടുത്ത് നോക്കിക്കോ. 14 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പതാക അന്തരീക്ഷത്തിൽ ഉയർന്നതിൻ്റെ ഉദാഹരണം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അത് വരുന്നു, അന്തരീക്ഷത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഉയരുന്നു. CM അക്കാമിന് പതാക ഉയർന്നതിന് പേര് എന്ത് വേണം? അവിടെ ഉയർന്ന് ഒരു അന്ധവിശ്വാസത്തിനെതിരെ പിന്നെ പോരാടുമ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ പതാക ഉയർന്നു. അവിടെ ദുആ നടക്കുന്നു, അവിടെ നേർച്ച നടക്കുന്നു, അവിടെ വഴുത് നടക്കുന്നു, അവിടെ അന്നദാനം നടക്കുന്നു. എന്ത് പ്രാധാന്യമുള്ളത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഓരോ ഉദാഹരണങ്ങളും ഈ പിന്നെ മാതാമൃതാനന്ദമയിയുടെ 3 ദിവസം തുടർച്ചയായി ഫുൾ പേജ് പരസ്യം. അതൊക്കെ സാമ്പത്തികമായി ഇതിനേക്കാൾ വലിയ ക്രൈസിസാണ്. ഒരർത്ഥത്തിൽ പരസ്യം സ്വീകരിക്കില്ല. കാരണം ആൾദൈവങ്ങൾക്ക് എതിരാണ് ഈ പത്രം. ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരമ്പര തന്നെ തുടങ്ങി. അത് ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞതാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ ഈ ദൈവത്വം ചമഞ്ഞ ആളുകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ കഠിനമായ ഭാഷയിൽ വ്യാജസിദ്ധന്മാർ എന്നതിനെ പറ്റി പറഞ്ഞതിൻ്റെ പേരിലാണ് അബ്ദുൽ നാസർ മഅദനിയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്. അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മറുവാർത്ത ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട്ടെയും കൊല്ലത്തെയും പിന്നെ മാധ്യമത്തിൻ്റെ ബ്യൂറോകൾ കത്തിച്ചു. ആളുകൾ അതിന് ഉള്ളിലിട്ടുകൊണ്ട് കുലുങ്ങേണ്ടതുമില്ല. ഈ വ്യാജന്മാരുടെ കൂടൊന്നുമല്ല. പിന്നീട് എന്തെല്ലാം തരത്തിലുള്ള വ്യാജസിദ്ധന്മാരും പുരോഹിതന്മാരുമാണ് ഇവിടെ ഉണ്ടായത്. അവരെ അഭിശംസിച്ചുകൊണ്ട് അവരോട് ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന ക്രൂരതകളെ പറ്റി എന്തെങ്കിലും പരമ്പര വന്നോ? ആടുതേക്ക് മാഞ്ചിയം അത് എങ്ങനെ ഉണ്ടായതാ? വളരെ ഉത്തരവാദപ്പെട്ട ഇന്ത്യയുടെ ഒരു വിദേശത്തുള്ള ഒരു സ്ഥാനപതി, ഒരു അംബാസഡർ, അയാളുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അയാൾക്ക് ഞാൻ അവിടെ ചെന്ന് ഇതൊന്ന് കണ്ട് അതിനെ സംബന്ധിച്ച് അനുകൂലമായി എഴുതണം. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് സംതിങ് റോങ്, തെറ്റ് എന്തോ കുഴപ്പമുണ്ട്. PT നാസർ അയച്ചു. നാസർ കണ്ടെഴുതി. അവനവൻ്റെ സ്നേഹിതന്മാരാണോ അല്ലേ എന്ന് നോക്കില്ല. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി പത്രം ഇത് ചെയ്യാമെന്ന് കൂടി തീരുമാനിച്ചില്ല ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ വഴങ്ങില്ല. അത് അതിലൂടെ പത്രത്തിൽ ബൂസ്റ്റിംഗ് ഉണ്ടായത്. അതുപോലെ പിന്നെ വേദഗ്രന്ഥത്തിൽ സ്വർണം കടത്തിക്കൊണ്ടുവന്നു. അത് 1-ാം പേജിൽ ഫോട്ടോ സഹിതം കൊടുത്തു. ഈ വ്യാജസിദ്ധമായ ഇത് എന്താ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മൗലാന. ഉടനെ വിമർശനം. അത് നമ്മുടെ ഉസ്താദന്മാരല്ലേ, നമ്മളെ ആൾക്കാർ. ഞാൻ പറയും ഇത് നടക്കൂല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈസ് എ ബസ്റ്റാർഡ്, ഈസ് അവർ ബസ്റ്റാർഡ്.
ഇവനാ ഒരു മസ്റ്റാർഡാണ്, പക്ഷേ ഈ സമർ മസ്റ്റാർഡ് ഇത് ഇവിടെ നടക്കില്ല. ഇവിടെ തെറ്റ് ചെയ്യുന്ന ഹിന്ദു മുസ്ലിം അങ്ങനത്തെ വ്യത്യാസമേ ഇല്ല. ആര് കള്ളക്കടത്ത് നടത്തിയാലും ഒരു ദിവസം പിന്നെ ഈ കാട്ടിലെ മരം ഒന്നായിട്ട് വെട്ടി മുറിക്കുന്നു ആരോപണം വന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവിനെ പറ്റിയാണ്. ഭയങ്കരമായിട്ട് മരം മുറിക്കുന്നു, കാരണം വെളിച്ചത്താക്കുക മുറിച്ച്. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ സ്നേഹിതനാണ്, ഇപ്പോൾ MLA. ആൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളെന്താ കാട്ടുന്നത്, ഞങ്ങൾ മരം മുറിക്കാമെന്ന് ഒരു പ്രശ്നത്തിലുണ്ട്, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, പ്രകൃതിക്ക് നിരക്കാത്തതാണ്, നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചയച്ചു. അല്ല അയാൾ കാര്യം വരുമ്പോൾ നിർത്താൻ പോകുന്ന. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത സ്നേഹിതന്മാരായപ്പോഴും ഓരോ കാലം ഒരു കുർബാന കൂടാനുണ്ട്. ആരോടാണോ നമ്മൾ പോരാടുന്നത് അത് നമ്മുടെ സ്വന്തം വാപ്പയോടുണ്ടായാൽ പോരാട്ടം. ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. തിങ്കാനാഭാക്കും വാക്കിനാവക്കും നിങ്ങളെ അതുപോലെ തിങ്കാനാഭാക്കും ഇഖ്വാനുക്കും അഹബയിലേക്കും നിങ്ങളെ വാപ്പമാർ നിങ്ങളുടെ സഹോദരന്മാരൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ പത്രബസു അള്ളാഹ് കരുതിക്കൊള്ളി. ഇവിടെ ഇപ്പോൾ കരുതൽ അധികമായി. എന്നോടൊരു ലേഖയും വിളിച്ച് പറഞ്ഞതാ, കടൽ തീരത്ത് വിടേണ്ടതായ ദൂരപരിധിയുണ്ട്, അത്ര പരിധി വിട്ടുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ. കോഴിക്കോട്ട് അതിനായിട്ട് ഒരു കൂട്ടർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മലയാളപ്പത്തേരും മഹാന്മാരും ഒക്കെ ഓല അതിനു വേണ്ടി ശ്രമിച്ചു. ഫോട്ടോഗ്രാഫറെ കൊണ്ട് നമ്മൾ ബ്യൂറോ ആൾ പോയി. ഞാനന്ന് അവിടെ ഇല്ല, ഞാൻ പോകുന്നതിന് ശേഷം ഒന്ന് കുറേ കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫോട്ടോ എടുത്തു എന്നുള്ളത് ബന്ധപ്പെട്ടവർ അറിഞ്ഞപ്പോൾ പിന്നെ സിദ്ദീഖ് ഹസൻ സാഹിബിനെ വിളിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്ത് പോയിരുന്നു. അദ്ദേഹം ഈ കക്ഷി വിചാരണ ചെയ്തു, തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കാൻ. അപ്പോഴേക്കും മുമ്പ് മാറിക്കഴിഞ്ഞു. കാരണം ഇത് പത്രവും പിന്നെ വളരുകയും വ്യാപകമാവുകയും അതിൻ്റെ ആൾക്കാർക്കൊക്കെ ഒരു സ്വീകാര്യത ലഭിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ നമ്മൾക്കും അവരോടൊക്കെയുള്ള ഇഷ്ടം അവരോടുള്ള ലോകി പ്രധാനം പത്രത്തിനോടല്ല. പത്രം എന്തിനു വേണ്ടി നിലകൊണ്ടോ അതിനോടല്ല. നമ്മൾ ചില മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. ആ മൂല്യങ്ങളെക്കാൾ അധികം നമ്മുടെ ചില മൂല്യങ്ങൾ, നമുക്ക് ചില ബന്ധങ്ങളും സ്നേഹങ്ങളും അതുപോലത്തെ ഒക്കെ അതിന് പ്രധാനം. അപ്പോൾ ആ ലേഖ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്ത് ചെയ്യാനാ, നടക്കൂല, മുമ്പത്തെ മാതിരിയല്ല. വഴങ്ങി, ഉള്ളടക്കങ്ങളിൽ വഴങ്ങി. പല സംഭവങ്ങളും പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ പത്രത്തിനെ സഹായിച്ചതായ ചില വ്യക്തിത്വങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചു മലപ്പുറം ജില്ലയിൽ നിന്ന് അന്നത്തെ 1 കോടി ഉറുപ്പിക സംഭാവന ചെയ്യുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരു ചികിത്സാ സംബന്ധമായ കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് പറയുന്നത് റിപ്പോർട്ട് വന്നു. അത് തിരുത്തണം എന്ന് പറയുന്നത് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ ആൾക്കാർ വന്നു. അതിൻ്റെ വീട്ടിൽ ബ്യൂറോയിൽ അന്നുണ്ടായിരുന്ന ആളെ ഞാൻ ഭയങ്കര ഫയർ ചെയ്തു. ഈ പത്രം നമ്മൾ ഒരു പ്രഖ്യാപിത ലൈനുണ്ട്, ആ ലൈനിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുക. അത് എൻ്റെയോ നിങ്ങളുടെ ഇഷ്ടത്തിൽ എൻ്റെ ഇതിൽ എനിക്ക് ആ പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഉള്ളടക്കത്തിൽ വന്നതായി ഈ ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നടക്കുന്നില്ല. സ്വന്തം സമുദായത്തിൽ നടക്കുന്ന നെറികേടുകൾ, സ്വന്തം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ കള്ളക്കടത്തോ അതുപോലുള്ളതായ പിന്നെ മരം വെട്ടി വെളുപ്പിക്കലോ അതുപോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് അത് യാതൊരു തരത്തിലും ഫീച്ചറുകളില്ല, അന്വേഷണാത്മകമായ റിപ്പോർട്ടുകളില്ല. അവർക്ക് എന്നോ നിന്നുപോയി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഉപസ്കരിച്ച് പറ്റും അത്യാവശ്യം ഖുർആനൊക്കെ ഓതി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി ബ്യൂറോകളെ വിളിക്കും. ബ്യൂറോകളെ വിളിച്ചിട്ട് തലേ ദിവസം പത്രങ്ങളിൽ നമുക്ക് മിസ്സായതുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പിന് പറയും. ഇല്ലെങ്കിൽ നമുക്ക് പത്രവായനയിൽ നമുക്ക് തോന്നിയതാണ് ഇതിനെ സംബന്ധിച്ച് ഫോളോ ചെയ്യണം, ഇതൊരു ഫീച്ചറാക്കണം എന്ന് പറയാം. അക്കാലത്ത് ആളുകൾ ബ്യൂറോകളിൽ പറയായിരുന്നു, രാവിലെ നേരം വിളിക്കുമ്പോൾ 30 വിളി വരുമെന്ന്. അത് അഥവാ ചെയ്തിട്ടില്ല കാരണം ലോഗ് ബുക്കിൽ എഴുതി വെക്കും, അതിനുള്ള കാരണം പറയാൻ വേണ്ടി പറയും. അങ്ങനെ പിന്നാലെ നടന്ന് ആ പത്രത്തിന് ആളുകൾക്ക് സ്വീകാര്യമായ, അതോടൊപ്പം ആ പത്രം തന്നെ വായിക്കണമെന്ന് നിർബന്ധമുള്ള, അതല്ലാത്ത മറ്റൊരു പത്രം വായിച്ചാലും ഒരു സംതൃപ്തി വരാത്ത ഒരു പ്രത്യേകതരം ഒരു വായന, ആ വായനാനുഭവം ഉണ്ടാക്കിയെടുക്കുന്നൊരു പത്രം ഇപ്പോൾ നിങ്ങൾ കാര്യം ചെയ്ത് ഞാനെന്തെങ്കിലും കുറ്റം പറയുന്നില്ല. ഭാഷ പോലും വളരെ ചെയ്തിരുന്നു. ഒരു റിപ്പോർട്ടുകൾ എഴുതുകയാണെങ്കിൽ അങ്ങനെ ബസ് കാലത്ത് 9 മണിയുടെ ബസ് പിന്നെ 9:30 പുറപ്പെട്ടിരുന്നു, അങ്ങനെ അത് 10:30 അവിടെ എത്തിയിരുന്നു, അങ്ങനെ 11 ആളുകൾ ഇറങ്ങിയിരുന്നു, അങ്ങനെ 12 കോവിഡ് രോഗിയുള്ള ആൾ കയറിയിരുന്നു, 11 മുമ്പ് തന്നെ അത് കണ്ടെത്തിയിരുന്നു. ഏത് വാചകം ഒന്ന് വെട്ടാൻ ആരൊക്കെ ഒഴിവ്, ആരാ ശ്രദ്ധിക്കുന്നത്? ഇത് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അവരുടെ സുഖകരമായത് നടക്കും. ലാംഗ്വേജ് അതുപോലെ തന്നെ ചില സാങ്കേതിക പദങ്ങൾ, നമ്മളിവിടെ പീഡിപ്പിക്കപ്പെട്ടതായ അവശതരായ പല രാഷ്ട്രാന്തരീയ തലങ്ങളിൽ തന്നെ മർദ്ദിതരായ ആൾക്കാരുടെ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന വേൾഡ് വൈഡിലുള്ള വിശാലമായ രാഷ്ട്രാന്തരീയ വാർത്തകൾ ഒരു പേജ് നീക്കി വെച്ചത് ഈ പത്രമാണ് ആദ്യമായിട്ട്. ഇപ്പം ആ പത്രത്തിൽ ഏത് പേജിലാണ് നോക്കേണ്ടതെന്ന് അറിയില്ല.
അന്ന് കൃത്യം ആ പേജ് ഏതാണെന്ന് അറിയായിരുന്നു. ഇപ്പം അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ശവം കാണാം. എന്നാൽ പിറ്റേന്ന് ശവം തരി നമ്മൾ ആ പേജിൽ, അപ്പോൾ ആ പേജ് മാറ്റിയിട്ടുണ്ടാവും. ഇതിന് പോലും ഒരു സ്ഥിരതയല്ല. ചിലപ്പം കാണാം 7-ാം പേജിൽ, ഇപ്പോൾ 8 പേജുകളൊക്കെ ഇറങ്ങുന്നത് ഒരു ബുള്ളറ്റിനാണ്. 7-ാം പേജിലാണ്, നാളെ 7-ാം പേജ്. 7-ാം പേജിൽ നമ്മൾ മരിച്ചിട്ടുണ്ടോ നോക്കില്ല, നമ്മൾ ചുരുങ്ങിയത് നമ്മളെങ്കിലും മരിച്ചിട്ടുള്ള വാർത്ത ആൾ നോക്കുമ്പോൾ ആളുണ്ടാവില്ല, നോക്കുമ്പോൾ 2-ാം പേജിലാണ്. അന്താരാഷ്ട്ര വാർത്തകളുടെ പ്രാധാന്യം പോയി. അതിന് ഉപയോഗിക്കുന്ന പദങ്ങൾ ഇപ്പോൾ പലസ്തീനിലെ ഭീകരന്മാർ. പലസ്തീൻ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ, ആ ജനങ്ങളുടെ അവർ അധിനിവേശിത ജനതയാണ്. അവിടെ ജൂതന്മാരാണ് അധിനിവേശ ശക്തികൾ. അവർ ഇവരെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ അവശേഷിച്ച വെസ്റ്റ് ബാങ്ക് അതുകൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലസ്തീനി ഭീകരന്മാർ അല്ലെങ്കിൽ മറ്റേ ഭീകരന്മാർ, കശ്മീരിൻ്റെ കാര്യത്തിൽ പോലും ഹിന്ദു എന്ന് പറയുന്ന പത്രം ഉപയോഗിക്കുന്ന മിലിറ്റൻസ് ടെററിസ്റ്റ് എന്നല്ല. ആ മിലിറ്റൻസിന് വേറെ മലയാളത്തിൽ പരിഭാഷ ഇല്ലാത്തതുകൊണ്ടല്ല, പോരാളികൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം കിട്ടും. മിലിറ്റൻസ് അത് ഉപയോഗിക്കുന്നതിന് പകരം ടെററിസ്റ്റ് ഭീകരൻ. ആരത്, എന്ത് എഴുതിയാലെന്താ? ഞാൻ പറഞ്ഞു വരുന്നത് ഉള്ളടക്കം ഈ പത്രം കിട്ടിയേ തീരൂ, ഈ പത്രം എന്നെ അതിലൊരു അഡിക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നല് നല്ലങ്ങ് വലിച്ചെറിയ. എന്നിട്ടോ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ അവർ കെട്ടിക്കഴിഞ്ഞു. ആവശ്യമില്ലാത്ത വിഷയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീക്കിൽ സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ എക്കാലത്തെയും പ്രവാചകൻ കഴിഞ്ഞാൽ എന്ന് തന്നെ പറയാം, അത്രയും പ്രധാനപ്പെട്ട രീതിയിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 40-ാം വാർഷികം ചരമൊക്കെ കഴിഞ്ഞു. ഒരു വെറി എവിടെയെങ്കിലും ഒരു വീക്കിലെങ്കിലും, കാരണം പൊതുസമൂഹം ഇതുപോലത്തെ പിന്നെ തെറ്റിദ്ധരിച്ചൊരു മനുഷ്യനില്ല. അത് നാസിസത്തെക്കാളും ഫാസിസത്തെക്കാളും പിന്നെ ഭീകരനാണ് എന്ന് പറയുന്നത് മാതൃഭൂമിയിലൊക്കെ ലേഖനങ്ങൾ വന്നാ എങ്കിൽ അത് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു ധാർമ്മിക സദാചാര വിപ്ലവത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. വിധ്വംസക പ്രവർത്തനങ്ങളെ അദ്ദേഹം അപലപിച്ചിരുന്നു. നിരോധിക്കപ്പെട്ടാൽ ഒരു നിലക്കും നിങ്ങൾ അധോലോകത്തേക്ക് പോവുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല, ആയുധങ്ങൾ എടുക്കാൻ പാടില്ല, സതുപദേശത്തോടു കൂടി മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്ന ഇതിനു വേണ്ടി നിലകൊണ്ടൊരു മനുഷ്യനെ തൂക്ക് കയറുന്ന ഇറങ്ങിപ്പോകുന്നത് ആള്. അന്നാണ് ആൾ ഭാര്യനോട് പറഞ്ഞെന്താ, ഇവരോടെങ്ങാനും ദയ അപേക്ഷിച്ച് ഒപ്പിട്ട് എൻ്റെ ഭാര്യ ആയിരിക്കില്ല. അത്രത്തോളം ധീരനായ മനുഷ്യൻ. അയ്യൂബ് ഖാന്റെ കാലത്ത് അദ്ദേഹം പട്ടാള ഏകാധിപത്യത്തിനെതിരെ പോരാടി. എല്ലാവിധ ജനാധിപത്യ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അയ്യൂബ് ഖാന്റെ പട്ടാളം വെടിവെച്ചു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വൈറ്റോ മൗലാന ബൈറ്റിയെ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇരിക്കൂ. അദ്ദേഹത്തിന് മറുപടി, അഗർ ബൈ ബൈറ്റോ തോക്കോൻ കട ഹോ ജായക. ഞാനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാ ഇതിനു വേണ്ടി നിന്ന് സംസാരിക്കാനുള്ളത്? അങ്ങനത്തെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സ്ത്രീ വിരുദ്ധനായി അവതരിപ്പിക്കുന്നു. അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടെ പോരാട്ടത്തിന് മുന്നിൽ നിന്നത് തലമറക്കാത്ത, മതപരമായ ഒരു ആചാരം അനുഷ്ഠിക്കാത്ത ഫാത്തിമ ജിന്ന എന്ന് പറയുന്ന മുഹമ്മദ് ജിന്നയുടെ സഹോദരിയാണ്. അവരെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. ഇത് ഭാഷകളൊക്കെ ഒന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതണ്ടേ? 34-33 കൊല്ലക്കാലം ഇങ്ങനെ ഒരു ലക്കത്തിൽ എത്ര പേജുണ്ട്? അതിൽ ഒരിക്കലെങ്കിലും അബദ്ധത്തിൽ ഒരു വരി ഈ മനുഷ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയോ? ഇതാ ഞാൻ പറഞ്ഞത്, പ്രസ്ഥാനത്തിന് പണം വേണം. പ്രസ്ഥാനത്തിലെ ആൾക്കാർ അവസാനത്തെ രക്തം വരുന്നവര് പാല് കറന്ന് നീര് വന്നു, നീര് കറന്നു, പിന്നെ ചോര കറന്നു. ആ ചോര കട്ടച്ചോര. ഇതിൽ ഈ കോവിഡ് കാലത്ത് കട്ടച്ചോര അല്ലാതെ അറിയുന്ന വരിക. ഇന്നലെ വരെ ആ QPC-യിലും മറ്റിടത്തുമൊക്കെ ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങുന്ന കുട്ടികൾ ഇന്നെന്താ അവരവസ്ഥ? അവർ കുട്ടികളെ പഠിക്കുന്ന സ്കൂൾ കോളേജ് എങ്ങനെ ഫീസ് കൊടുക്കും? ആ ആൾക്കാരോടെ പറയുന്നത്, ഒരാളെ ഒരു വെൽഡിങ് ജോലിയുള്ള ഒരു സുഹൃത്തിനോട് പറയാ, ഒരു വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഹലാക്കിൻ്റെ പണിയാണ്. ഇന്ന് നേരത്തെ പോയി പണിയെടുക്കേണ്ടി വരും. എന്താ ഫുഡും വെയിലത്ത് പാർട്ടിക്കും പൈസ കൊടുക്കണോ, എൻ്റെ ഡെവി കൊടുക്കേണ്ട സമയമായി. ഇത്രത്തോളമാണ് ഇത്ര പ്രയാസം. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഇവിടെ ചെയ്യാതെ ഈ വഞ്ചിയിലേക്ക് വെള്ളം ഇவ்விധം അടിച്ച് കയറുമ്പോൾ അത് നിയന്ത്രിക്കാതെ ഈ പാവങ്ങളെയോട് ഇങ്ങനെ പ്രസംഗിക്കുകയും അത് പിന്നെ ഈ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നത് ഹലാലാണോ, ഇസ്ലാമികമായി ശരിയാണോ? ഇത് നേരാക്കണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത്, പിന്നെ ഇത് ശരിയാക്കണമെങ്കിൽ അതിൻ്റെ അവിടുത്തെ ജീവനക്കാർ സഹകരിക്കും, എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ ജീവനക്കാരുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ളതായ കൊള്ളരുതായ്മകൾ പച്ചയായിട്ട് ഇപ്പോൾ ഇവൻ്റ് നടത്തുന്നു.
ഇവന്റ് നടത്താൻ വേണ്ടിയിട്ട് പിന്നെ മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ മഞ്ജു വാര്യരെയോ ഒക്കെ ദുബായിലേക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ഗൾഫ് നാടുകളിലേക്കും കൊണ്ടുപോകണം. സ്വാഭാവികമായും അവർക്ക് ഉയർന്ന രീതിയിലുള്ളതായ ട്രീറ്റ്മെൻറ്റ്സ്, വലിയ ഹോസ്പിറ്റലുകൾ അല്ല ഹോട്ടലുകൾ സൗകര്യങ്ങളെല്ലാം വേണം. പക്ഷേ അയാൾ കൊണ്ടുപോകുന്നതായ ആൾക്കാരും അതുപോലെ തന്നെ വേണ്ടേ, അതേ വിധാനത്തിൽ തന്നെ അവർ നിൽക്കണ്ടേ, അല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ കൂടെ പോകുന്ന മാനേജർക്കും മറ്റേ എന്താ പറയുക പബ്ലിഷർക്കും അതുപോലത്തെ എല്ലാവർക്കും അതേ ഇത് വേണം, കാശ് ഇത്ര. ഇതിന് സംഭവിക്കാൻ പോകുന്നപ്പോൾ ഒരു കമ്പനിയോട് പരസ്യം വാങ്ങും, അവളങ്ങനെയുള്ള ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ ഇതൊന്നും ചിലവാക്കാതെ തന്നെ കൊല്ലത്തേക്കുള്ള പരസ്യം കിട്ടുന്നതാ പല കമ്പനികളും ഇതൊക്കെ. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാതിന് മുമ്പ് നിങ്ങൾ കാശ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ആ പത്രം നിലനിൽക്കണം.